വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമസ് ആണ് മകളെ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തെടുക്കുക, ആദ്യം തൊട്ട് അവസാനം വരെ കാണാം. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ആയ അല്ലേ, പഴയ പോലത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് അല്ല നമുക്കുള്ളത്. സോ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് പുതിയതായിട്ട് വന്ന പാറ്റേൺ നോക്കുക. ആദ്യം തന്നെ നമുക്ക് എന്തായാലും പഴയ പോലെ തന്നെയാണ് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഓക്കെ, 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നമുക്ക് ഉണ്ടാവും. ഇതിൽ പണ്ട് നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റിയും പിന്നീടുള്ള 2 മുതൽ നമ്മുടെ 6 വരെയുള്ള ആക്ടിവിറ്റീസിൽ ഇഷ്ടമുള്ള 4 എണ്ണം നമ്മൾ എഴുതിയാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരുന്നു നമുക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇത്തവണ തൊട്ട് നമുക്കത് മാറിയിടാം. നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അതായത് നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം നമ്മൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്തിരിക്കണം. എന്നാൽ 3-മത്തതും 5-മത്തതും ക്വസ്റ്റ്യൻസിന് എ ഓർ ബി ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ആദ്യത്തെ എ നമുക്ക് ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ ബി നമുക്ക് ആൻസർ ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നിരിക്കുന്നത്. സോ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എപ്പോഴും ഒരു റീഡിങ് കോംപ്രഹെൻഷൻ തന്നിട്ട് അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. പഴയ പോലെയല്ല, നമുക്ക് ക്വസ്റ്റ്യൻസിന് നമ്മൾ സെൻറ്റൻസ് ആയിട്ട് എഴുതണ്ട, ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ഓപ്ഷൻസിൽ ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ നിന്ന് ഏതാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Once there was a farmer. He lived in a small house. അല്ലേ, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫാർമർ ഉണ്ടായിരുന്നു. ആ ഫാർമർ എങ്ങനെയാ, ഒരു സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളും ഇല്ല. ഹി ലീവ്ഡ് അലോൺ, ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അല്ലേ. ഹി കുക്ക്ഡ് ഹിസ് മീൽസ് ഹിംസെൽഫ്, അദ്ദേഹം തനിയെ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിച്ചു. ഹി വർക്ക്ഡ് ഇൻ ഹിസ് ഫീൽഡ് അലോൺ, അദ്ദേഹം ഫീൽഡിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തു. ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു ടോക്ക് ടു എനിബഡി, ആരോടും സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. വൺ ഈവനിങ് ദ ഫാർമർ വാസ് സിറ്റിംഗ് ഓൺ ദ വരാന്ത. അങ്ങനെ ഒരു വൈകുന്നേരം ഫാർമർ എന്ത് ചെയ്യാണ്, വരാന്തയിൽ ഇരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് ഒരു ലിറ്റിൽ ഡോഗ് അവിടെ വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ, വരാന്തയുടെ മുമ്പിലായിട്ട് മുറ്റത്തിങ്ങനെ ഇരുന്നു. ഫാർമർ ആ ഡോഗിനെ ഒന്ന് നോക്കിയിട്ടോ. ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്, ഇഷ്ടപ്പെട്ടില്ല ഫാർമറിന് ആ ഡോഗിനെ. ഹി പോയിന്റഡ് ടു ദ ഗേറ്റ് ആൻഡ് ഷൗട്ടഡ് ഗോ അവേ അല്ലേ. അപ്പോൾ ആ ഗേറ്റിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ഫാർമർ പറഞ്ഞു ദൂരെ പോ, അല്ലെങ്കിൽ പോവാൻ ഗോ അവേ എന്ന് പറഞ്ഞു. പക്ഷെ ഡോഗ് എന്താ ചെയ്തത്, അതാ ജംപ്ഡ് വീഴുന്നു തന്നെ ചാടി വരാന്തയിലേക്ക് കയറിയിരുന്നു. എന്നിട്ട് ഫാർമറിൻ്റെ അടുത്ത് വന്നിരുന്നു അല്ലേ. അപ്പോൾ ഫാർമർ ഇതാ ഡോഗിനെ കണ്ടപ്പോഴേക്കും, ഡോഗിനൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഹാഡ് ഓൺലി 1 ഇയർ, ഒരു ചെവി മാത്രമേ ഡോഗിനുള്ളൂ. ആ ഇയർ ആണെന്നുണ്ടെങ്കിൽ റേഡിയോയുടെ ഏരിയൽ പോലെ മുകളിലേക്ക് പൊന്തിയിരിക്കുന്ന ചെവിയും. ഫാർമർ പിന്നെയും ഷൗട്ട് ചെയ്തു, ഗെറ്റ് ഔട്ട് അല്ലേ, പുറത്ത് പോകുമെന്ന് ഷൗട്ട് ചെയ്തു. അപ്പോൾ ഇതാ ഡോഗ് ഒന്നും കൂടെ എണ്ണീറ്റു. അതിൻ്റെ വാലയ്ക്കൊന്ന് വാഗ് ചെയ്തു എന്ന് പറഞ്ഞാൽ വാലയ്ക്കൊന്ന് ആട്ടി. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, walk straight into the house, വീടിൻ്റെ ഉള്ളിലേക്ക് നേരെ നടന്നു പോയി. ഇപ്പോൾ ഫാർമർ ആകെ അമ്യൂസ്ഡ് അല്ലേ, ആകെ പുള്ളി എന്താ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ഈ നമ്മുടെ ഡോഗിൻ്റെ ഈ ഒരു ബിഹേവിയർ കണ്ടിട്ട്. അപ്പോൾ ദാ ഫാർമർ എന്ത് ചെയ്തു എന്നറിയോ, ഒരു ചെയറിലേക്ക് പോയിന്റ് ചെയ്തിട്ട് ഡോഗിനോട് പറഞ്ഞു ആ ചെയറിൻ്റെ അടിയിലിരിക്കാൻ. പക്ഷെ നമ്മുടെ ഡോഗ് എന്താ ചെയ്തത്, നേരെ കയറിയിട്ട് സാറ്റ് ഓൺ ദ ചെയർ, ആ ചെയറിൻ്റെ മുകളിൽ കയറിയിരുന്നു അല്ലേ. ഇതൊക്കെ ആയപ്പോഴേക്കും ഫാർമർ പറയുകയാണേ, യു ആർ എ ഫണ്ണി ഡോഗ്, ഐ ലൈക്ക് യു അല്ലേ. നിൻ്റെ കാര്യം ഭയങ്കര രസമായിട്ടുണ്ടെന്നാലും എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. ആ ദിവസം മുതൽ ഫാർമറും ഡോഗും ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങി അല്ലേ. ഇപ്പോൾ ഫാർമർ ഒറ്റയ്ക്കല്ല. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പാസേജ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്, അതിന് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, വേർ ഡിഡ് ദ ഫാർമർ ലീവ്, ഫാർമർ എവിടെയാണ് താമസിക്കുന്നത്. ഇൻ എ ബിഗ് ഹൗസ്, ഇൻ എ ഹട്ട്, ഇൻ എ സ്മോൾ ഹൗസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ നമുക്ക് ആൻസർ എന്തായാലും മനസ്സിലായി. എന്താണ്, ഫാർമർ താമസിച്ചുകൊണ്ടിരുന്നത് എവിടെയാണെടാ, ഇൻ എ സ്മോൾ ഹൗസ്, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ കെയിം ദർ വൺ ഡേ, ഒരു ദിവസം ആരാണ് അവിടേക്ക് വന്നത്. ലിറ്റിൽ ക്യാറ്റ്, ലിറ്റിൽ ഡോഗ്, ലിറ്റിൽ പാരറ്റ്, നൺ ഓഫ് ദിസ്. നമുക്കറിയാം ഒരു ദിവസം ഡോഗ് ആണ് അങ്ങോട്ടേക്ക് വന്നത് അല്ലേ. വാട്ട് ഡിഡ് ദ ഫാർമർ സീ ടു ദ ഡോഗ്, ഫാർമർ എന്താണ് ഡോഗിനോട് പറഞ്ഞത്. ടു കം ഹിയർ, ടു ഗെറ്റ് ഔട്ട്, ടു ഹാവ് സംതിങ്, നൺ ഓഫ് ദിസ്. എന്താണ്, കിടക്ക് പുറത്ത് ഇറങ്ങി പോകാനാണ് അല്ലേ, ടു ഗെറ്റ് ഔട്ട്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4-മത്തെ നോക്കിക്കേ, ദ ഡോഗ് ഹാസ് ഓൺലി 1 ഇയർ, 2 years, no years at all, none of this. എന്താണ്, ഡോഗിന് ഒരു ചെവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് നോക്കിക്കേ, വാട്ട് വാസ് സ്റ്റിക്കിംഗ് അപ്പ് ലൈക്ക് എ റേഡിയോ ഏരിയൽ, റേഡിയോ ഏരിയയിൽ പോലെ മുകളിലേക്ക് സ്റ്റിക്കിംഗ് അപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, ഇയർ ആണോ, ലെഗ് ആണോ, ടെയിലാണോ, നോസ് ആണോ. യെസ്, ഇയർ ആണ് അല്ലേ. സോ ഇത്രയുമാണ് നമ്മുടെ ഒരു റീഡിങ് കോംപ്രഹെൻഷൻ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഇവിടെ തന്നെയുണ്ട്. അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതിയാൽ മതി. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചാപ്റ്റേഴ്സും റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെയുള്ള
യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.